ിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ട്. കനത്ത മഴ തുടരുന്നു. കൊച്ചിയിലും തൃശൂരിലും പെരുമഴ. 5 ജില്ലകളിൽ റെഡ് അലർട്ട്. കാസർഗോഡ് 2 മരണം. പത്തനംതിട്ടയിൽ പുഴയിൽ കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. വെള്ളക്കെട്ട് ദുരിതമൊഴിയാതെ തലസ്ഥാനം. പെരിയാറിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവം 7 അംഗ സമിതി അന്വേഷിക്കും. 2 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് കുഫോസ്. ഏലൂരിലെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലേക്ക് കർഷകരുടെ മാർച്ച്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് ആരോപണത്തിൽ റിപ്പോർട്ട് തേടി ആരോഗ്യമന്ത്രി. DMO വിശദീകരണം നൽകണം. സ്വകാര്യ പ്രാക്ടീസിംഗിനെ കുറിച്ചും അറിയിക്കാൻ നിർദ്ദേശം. IAS തലപ്പത്ത് അഴിച്ചുപണി. രാജൻ കോബ്രഗഡെ വീണ്ടും ആരോഗ്യ വകുപ്പ് സെക്രട്ടറി സ്ഥാനത്തേക്ക്. മുഹമ്മദ് ഹനീഷ് വ്യവസായ വകുപ്പിലേക്ക്. ബിജു പ്രഭാകർ KSEB ചെയർമാനാകും. താരകരെ നിയന്ത്രിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. BJPക്കും കോൺഗ്രസിനും നോട്ടീസ്. താരങ്ങൾ വിവാദ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശം. 6ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. സർക്കാരുമായി വീണ്ടും ഉടക്കിട്ട് ഗവർണർ. തദ്ദേശ വാർഡ് വിഭജന ഓർഡിനൻസ് മടക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണമെന്ന് രാജ്ഭവൻ. അധികാര പരിധി വിവാദത്തിൽ ഗവർണറെ പിന്തുണച്ച് കേരള സർവകലാശാല VC. കൊച്ചിയിലെ ലഹരിക്കടത്ത് കേസ് അന്വേഷണം മോഡലിംഗ് കമ്പനികളിലേക്ക്. 3 കമ്പനികളുടെ ഉടമകളെ ചോദ്യം ചെയ്യും. മോഡലുകളെ കാരിയറാക്കി ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരി ഒഴുക്കുന്നു. പിടിയിലായ അൽക്കാബോളിയിൽ നിന്നും നിർണായക വിവരങ്ങൾ. പാലക്കാട് കൊല്ലങ്കോട് കമ്പിവേലിയിൽ കുടുങ്ങിയ പുലി ചത്ത സംഭവത്തിൽ സ്ഥലമുടമയ്ക്കെതിരെ കേസ്. ആന്തരികാവയവത്തിൽ മുറിവേറ്റുവെന്ന് നിഗമനം. പോസ്റ്റ്മോർട്ടം നാളെ. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ തുടരുകയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ റെഡ് അലർട്ടാണ്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂരും കൊച്ചിയിലും കനത്ത മഴയാണ് പെയ്യുന്നത്. കൊച്ചിയിൽ മിക്കയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു വിശദാംശങ്ങളുമായി. നവമി, കൊച്ചിക്ക് വെള്ളക്കെട്ട് അത് പുതുമയല്ല, പക്ഷെ എങ്കിൽ പോലും ഇത്തവണ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്നുണ്ടല്ലോ ആദ്യ മഴകളിൽ തന്നെ. എന്താണ് സാഹചര്യം അവിടെ? എൽദോ, പതിവ് തെറ്റിച്ചില്ല. കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ തന്നെ ഇത്തവണയും കൊച്ചി വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. പക്ഷേ മഴ പെയ്ത് ഇത് 2 മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ ഇത്ര വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമാണ്. ഇത്തവണ ഇട റോഡുകളിലാണ് ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. പാലാരിവട്ടം, തമ്മനം, MG റോഡിന്റെ ഇടവഴികൾ, കളമശ്ശേരി, കണ്ടെയ്നർ റോഡ് അടക്കമുള്ള ഇടങ്ങളിലേക്കാണ് വെള്ളം ഇരച്ചു കയറിയിരിക്കുന്നത്. ഇതിന് സ്വാഭാവികമായി ഗതാഗതക്കുരുക്ക് രൂപപ്പെടുന്ന ഒരു സാഹചര്യം. മണിക്കൂറുകളായി ഗതാഗതക്കുരുക്കിൽ അകപ്പെട്ടിരിക്കുകയാണ് പലരും. എന്തായാലും ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പോലുള്ള പദ്ധതികളൊക്കെ പല തവണ ആവിഷ്കരിച്ചു എങ്കിൽ പോലും കൊച്ചി നഗരസഭയും ജില്ലാ ഭരണകൂടവും വീണ്ടും പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും കാണുന്നത്. ഈ മഴ എത്തുന്നതിന് മുൻപ് തന്നെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ നടത്തിയെങ്കിലും 2 മണിക്കൂർ തോരാതെ പെയ്ത മഴയിൽ കൊച്ചി നഗരം പാതി മുങ്ങിയ ഒരു അവസ്ഥയിലാണ്. കാനകളും ഓടകളും ഒക്കെ നിറഞ്ഞ് അതിലെ അഴുക്ക് വെള്ളം കൂടി റോഡിലേക്ക് വരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ഈ മഞ്ഞപ്പിത്തം അടക്കമുള്ള കാര്യങ്ങൾ
തൃക്കാക്കരയിലും കളമശ്ശേരിയിലും ഒക്കെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഇത്തരത്തിൽ മലിനജലം റോഡിലേക്ക് ഒഴുകുന്നത് വീണ്ടും ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് പ്രദേശവാസികളിലും ജനങ്ങളിലും. അതോടൊപ്പം തന്നെ ഈ MG റോഡിലെ പല കടകളിലും ശീമാട്ടി ഉൾപ്പെടെയുള്ള കടകളിൽ വെള്ളം ഉള്ളിലേക്ക് കയറിയ അവസ്ഥയിലാണ്. ഈ കട ഉടമകളെല്ലാം കട അടച്ച് വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം ഇനിയും ഈ മഴ തോരാതെ ഇന്ന് രാത്രിയും ഇതേ രീതിയിൽ മഴ നിന്നു കഴിഞ്ഞാൽ തങ്ങളുടെ കടകളും ഒപ്പം വീടുകളിലും വെള്ളം കയറുമെന്ന് ഉറപ്പായിട്ടുണ്ട്. എന്തായാലും മത്സ്യബന്ധനത്തിനടക്കം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മലയോര പ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള മണ്ണിടിച്ചിലോ അല്ലെങ്കിൽ ശക്തമായ മഴയോ ഉണ്ടായാൽ ഉടൻ തന്നെ അവിടെ ഈ വീട് മാറി മറ്റൊരിടത്തേക്ക് സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറണം എന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും കൊച്ചി നഗരത്തിൽ 4 മണിക്ക് തുടങ്ങിയ മഴയാണ് ഇപ്പോഴും ശക്തമായി തന്നെ പെയ്തുകൊണ്ടിരിക്കുന്നു. നഗരങ്ങളിൽ മിക്കയിടങ്ങളും ഇടറോഡുകൾ ഉൾപ്പെടെ വെള്ളക്കെട്ടിന് അകപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. നഗരത്തിൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. വൈറ്റ്ല, കുണ്ടന്നൂര്, പാലാരിവട്ടം ഭാഗങ്ങളിൽ പാലാരിവട്ടത്തിൽ നിന്നും ഇടപ്പള്ളി വരെ എത്തുന്ന റോഡുകളിൽ മണിക്കൂറുകളായി ഗതാഗത കുരുക്കിൽ അകപ്പെട്ടിരിക്കുകയാണ് ജനങ്ങൾ. അതോടൊപ്പം തന്നെ ഇടപ്പള്ളി ലുലു മോളിന് സമീപത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടു. മറ്റൊരു കാര്യം, ഈ നാഷണൽ ഹൈവേയുടെ പണി നടക്കുകയാണ്. അതിൻ്റെതായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ റോഡിൽ പലയിടങ്ങളിലും കുഴിച്ച് ഇട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ കുഴിയിൽ പോലും വെള്ളം നിറഞ്ഞ് റോഡ് ഏതാണ് കുഴി ഏതാണെന്ന് അറിയാത്ത രീതിയിൽ ഇരുചക്ര അതാണ് പ്രധാനപ്പെട്ട കാര്യം നവമി. ഈ റോഡ് ഏതാണ് കുഴി ഏതാണെന്ന് വ്യക്തമാകാത്തൊരു സാഹചര്യം ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് അത് എടപ്പള്ളി ലുലു മോളിനോട് ചേർന്നുള്ള അത് പറവൂർ ഭാഗത്തേക്ക് പോകുന്ന ആ ജംഗ്ഷനിലെ പ്രധാന സിഗ്നലിന് മുമ്പിലത്തെ കാഴ്ചയാണ്. അതായത് എടപ്പള്ളി ടൗണിന്റെ ഹൃദയഭാഗം, അവിടെയാണ് ഇത്രത്തോളം വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച. റോഡ് ഏതാണെന്ന് മനസ്സിലാകാത്ത തരത്തിൽ, ഒരു ട്രാഫിക് അലന്റ് പോലും വ്യക്തമാകാത്ത തരത്തിൽ വണ്ടി ഓടിക്കുന്നവർ ബുദ്ധിമുട്ടുന്ന കാഴ്ച. നവമി, നേരത്തെ നവമി സൂചിപ്പിച്ചു, കളമശ്ശേരിയിൽ ഉൾപ്പെടെ മഞ്ഞപ്പിത്തം അതിരൂക്ഷമായ സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മാലിന്യമൊക്കെ റോഡിലേക്ക് പോകുന്നു, ഇതിലൊക്കെ ആശങ്കയുണ്ട്. പക്ഷെ അതിനേക്കാൾ ഒപ്പം തന്നെ ഈ മഴക്കാലം എത്തുന്നു. മഴക്കാലത്തിൻ്റെ അടുത്തുള്ള സമയം എത്തുമ്പോൾ ഒരു ചെറിയ ശുചീകരണ പ്രവർത്തനമൊക്കെയാണ്, ആകെ ഡ്രെയിനേജ് ഒന്ന് ത്രൂ ആക്കിയിടാൻ നഗരസഭയും ഭരണാധികാരികളൊക്കെ ചെയ്യുന്നത്. ഇത്തവണയും ഒരു വ്യത്യാസവും തോന്നിയില്ല. അപ്പോൾ ഈ നാട്ടുകാരുടെ പതിവ് പരാതി, എന്നാൽ പതിവ് രീതിയിൽ തന്നെ ആ ദുരിതം അനുഭവിക്കുകയും ചെയ്യുന്നു. ഒരു പരിഹാരം കാണാനുള്ള ഒരു അടിയന്തര, ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു അടിയന്തരമായി ഒരു ഇടപെടലിന് സാധ്യതയുണ്ടോ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന്? എന്തോ എല്ലാ തവണയും നമുക്കറിയാം, കഴിഞ്ഞ തവണ പ്രളയമുണ്ടായപ്പോഴെല്ലാം കൊച്ചി നഗരം വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥ, ജനങ്ങളെല്ലാം ഈ വീടുകളൊക്കെ പൂട്ടി മറ്റിടത്തേക്ക് പോകുന്ന സാഹചര്യം, കടകൾ പോലും തുറക്കാൻ കഴിയാത്ത സാഹചര്യം, പലര് അപകടത്തിൽപ്പെടുന്ന സാഹചര്യം. ഇത് കൊച്ചി നഗരത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യമല്ല. പലപ്പോഴും നമ്മൾ ഈ മഴ തുടരുന്നതിന് മുൻപ് തന്നെ കൃത്യമായി ജില്ലാ ഭരണകൂടത്തോടും കൊച്ചി നഗരസഭയോടും ഒക്കെ ഇത് കൃത്യമായി അറിയിക്കുന്നതാണ്. ഇവർക്ക് അറിയാവുന്ന കാര്യം കൂടിയാണ്. ഈ മഴ എത്തുന്നതിന് മുൻപ് ഒരു ശുചീകരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കാന വൃത്തിയാക്കുക എന്നതിലപ്പുറത്തേക്ക് ശാസ്ത്രീയമായി ഈ വെള്ളക്കെട്ടിനെ എങ്ങനെ ശാശ്വതമായുള്ള ഒരു പരിഹാരം കണ്ടെത്താം എന്നതിൽ ഇപ്പോഴും കൊച്ചി നഗരസഭയ്ക്കും ജില്ലാ ഭരണകൂടത്തിനും അറിയാത്തൊരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുക. അവർക്ക് എങ്ങനെയാണ് ഇതിനെ പരിഹരിക്കേണ്ടതെന്ന് അറിയാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഈ കൊച്ചി നഗരത്തിൽ എല്ലായിടത്തും കടകളാണ്. അവിടെ കൃത്യമായി ഒരു ഓട പോലും നിർമ്മിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അതൊന്ന് വൃത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെവിടെയാണ് ഇതിന്റെ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തേണ്ട മാർഗം ഏതാണെന്ന് ഇപ്പോൾ പോലും കൊച്ചി നഗരസഭയ്ക്ക് അറിയാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഉദാഹരണം തന്നെയാണ് ഇപ്പോഴും ഈ 2 മണിക്കൂർ തോരാതെ പെയ്ത മഴയിൽ പോലും കൊച്ചി നഗരം ഇപ്പോഴും വെള്ളക്കെട്ടിൽ മുങ്ങിയത് തന്നെ അതിനുദാഹരണമാണ്. വരും ദിവസങ്ങളിലും ഈ മഴ തുടരുകയാണെങ്കിൽ പൂർണ്ണമായും കൊച്ചിയിൽ വെള്ളം കയറും. ആളുകളൊക്കെ വീട് മാറി മറ്റിടങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. എന്തായാലും കൊച്ചി നഗരസഭ അടിയന്തരമായി ഏതെങ്കിലും വിധത്തിൽ ഇടപെടുമോ എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടതും. ഈ ഗതാഗതക്കുരുക്ക് കഴിക്കാൻ സാധിച്ചിട്ടുണ്ടോ നവമി? പ്രത്യേകിച്ചും ഇപ്പോൾ എടപ്പള്ളി ഭാഗത്ത്, വൈറ്റില ഭാഗത്ത്, പാലാരിവട്ടത്ത്, അതായത് ഈ നഗരത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ നോഡൽ സെന്ററുകളിലും ഈ
അതിരൂക്ഷമായിട്ടുള്ള ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ രാത്രി ഇത്രയും വൈകി ഈ സമയത്തും ഗതാഗതക്കുരുക്ക് കഴിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എന്തോ പലയിടങ്ങളിലും ഇപ്പോഴും ഗതാഗത കുരുക്ക് രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. കാരണം ഈ റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇരുചക്ര വാഹനങ്ങളും കാറുകളും മറ്റു വാഹനങ്ങളും ഒക്കെ വളരെ പതുക്കെയാണ് പോകുന്നത്. ഇത് തന്നെയാണ് പലപ്പോഴും ഈ ഇത്തരത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകാൻ കാരണമാകുന്നത്. ഇനി മഴ തോർന്ന് അല്ലെങ്കിൽ വെള്ളം ഇറങ്ങി പോകുന്ന സാഹചര്യം വരെ കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. എങ്കിൽ പോലും വളരെ സാവധാനത്തിൽ മാത്രമാണ് എല്ലായിടത്തും ഇടപ്പള്ളി ഭാഗങ്ങളിൽ ഉൾപ്പെടെ ഗതാഗതം നടക്കുന്നുള്ളൂ, സഞ്ചാരയോഗ്യമായിട്ടുള്ളൂ. എങ്കിൽ പോലും ഈ വെള്ളക്കെട്ട് തന്നെയാണ് പലപ്പോഴും ആളുകളെ വലയ്ക്കുന്നതും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാഷണൽ ഹൈവേയുടെ റോഡ് പണി നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി പലയിടങ്ങളിലും കുഴി എടുത്ത ഒരു സാഹചര്യമുണ്ട്. ഈ കുഴിയിലേക്ക് പോലും ഇരുചക്ര വാഹനങ്ങൾ വീഴുന്ന കാഴ്ചകളും പലയിടങ്ങളിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ പതിയെ ആണെങ്കിൽ പോലും ഗതാഗതം കുരുക്ക് മാറുമെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ മഴ ഇപ്പോഴും തോരാതെ തന്നെ പെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. എൽദോ, കൊച്ചിയിൽ അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. കൊച്ചിയിലെ പല റോഡുകൾ മുങ്ങി കിടക്കുന്ന സാഹചര്യത്തിൽ ഗതാഗത കുരുക്ക് അത് അതിരൂക്ഷമാണ്. ഗതാഗത കുരുക്കിൽ പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കുന്നു. അങ്ങനെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നേരിടുകയാണ്. വലിയ മഴയാണ് അവിടെ പെയ്യുന്നത്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊച്ചിയിൽ. അപ്പോൾ ഈ മഴ ഇനിയും തുടർന്നാൽ സാഹചര്യങ്ങൾ അത് സങ്കീർണമാകും, രൂക്ഷമാകും എന്നുള്ളൊരാശങ്ക കൊച്ചിയിലുള്ള ജനങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഇടപ്പള്ളി ഉൾപ്പെടെ, വൈറ്റില ഉൾപ്പെടെ, പാലാരിവട്ടം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ടൗണുകൾ അവിടെ വെള്ളത്തിലായി പോയി എന്നുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കണം. എന്താണെങ്കിലും കൊച്ചിയിൽ വലിയ മഴ, അത് ഇപ്പോൾ ഏതാണ്ട് 4 മണിക്കൂറായി മഴ തുടരുന്നു എന്നുള്ളതാണ് നവമി റിപ്പോർട്ട് ചെയ്യുന്നത്. കൊച്ചിയിൽ അഡ്വക്കേറ്റ് എം അനിൽകുമാർ, കൊച്ചി കോർപ്പറേഷൻ മേയർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അനിൽകുമാർ, ഈ കൊച്ചിയിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സാഹചര്യം ആദ്യമായി കാണുന്നതല്ല, പക്ഷെ എങ്കിൽ പോലും ഇത് നമുക്ക് മുൻകൂട്ടി കരുതിയിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്നില്ലേ? അങ്ങനെ ഒഴിവാക്കാൻ കഴിയുന്നതല്ലോ, നിങ്ങൾ കാണുന്നല്ലേ. നിങ്ങളുടെ റിപ്പോർട്ടർമാരോടൊക്കെ ചോദിച്ചാൽ ഞാൻ ആ സമയത്തൊക്കെ ഓഫീസിൽ മീറ്റിങ്ങുകളായിട്ട് തുടരുകയാണ്. ഏതാണ്ട് 8-8:30 മണി വരെ ഞാൻ ഓഫീസിൽ ഇരിക്കുന്നത് വരെ മഴ തുടരും. അതായത് 3:30 മണിക്ക് തുടങ്ങിയ മഴ ഏതാണ്ട് ഒരു 7:30 മണി വരെ നിർത്താതെ പെയ്തു. ഇടയ്ക്ക് ചെറിയൊരു ഇടവേളയൊക്കെ ഒരു 10 മിനിറ്റൊക്കെ നിന്നാലും ഒരു 4 മണിക്കൂർ തുടർച്ചയായിട്ട് പെയ്യുകയും 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഹൈ ടൈഡ് ആരംഭിക്കുകയും ചെയ്തു. ഞാൻ പറയുന്നത് നമ്മളെല്ലാം പെർഫെക്റ്റ് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അത്ര വലിയ മഴ പെയ്താൽ നിങ്ങൾക്ക് കൊച്ചി അറിയുന്ന ആളുകൾക്ക് അറിയാം, അതിന്റെ ഒരു വാട്ടർ ടേബിളൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ. നമ്മുടേതുപോലെ ഒരു നഗരത്തിൽ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കൂടുതൽ പെയ്താൽ കേരളത്തിൽ തന്നെ മറ്റേതൊരു നഗരത്തെക്കാൾ വ്യത്യസ്തമായി കൊച്ചിയിൽ വെള്ളക്കെട്ടിനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിൽ ഒരു പ്രശ്നം ഞങ്ങൾ നേരത്തെ തന്നെ ശ്രദ്ധപ്പെടുത്തിയതായിരുന്നു. MG റോഡ് നമുക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടെന്ന് കഴിഞ്ഞ വർഷം മുതൽ നമ്മളത് വളരെ ക്ലിയറായി, കോടതിക്കും അത് ബോധ്യമുള്ളൊരു കാര്യമാണ്. കാരണം ആ ഡ്രെയിനകത്തേക്ക് അതിന്റെ ഫ്ലോ, ആ ഡ്രെയിനിന്റെ വെള്ളം, ഇതെല്ലാം പ്രശ്നമാണ്. അത് പണ്ട് KMRൽ പണിതൊരു ഡ്രെയിനാണ്. അത് പൊളിച്ചു പണിയണമെന്ന് നമ്മൾ PWDക്ക് ഒരു റിക്വസ്റ്റ് കൊടുത്തു. PWD അതിന് വേണ്ടി ശ്രമിച്ചെങ്കിലും അവർക്ക് എനിക്ക് തോന്നുന്നു അതിന്റെ ഫിനാൻസ് സാങ്ഷൻ ഒന്നും കിട്ടാത്തതിന്റെ ഒരു പ്രശ്നം MG റോഡിലുണ്ട്. പക്ഷേ MG റോഡ് നമ്മൾ മാറ്റിയെടുത്താൽ പോലും സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ തന്നെ നമ്മുടെ പനമ്പള്ളി നഗർ, ഇതുപോലെ പ്രദേശങ്ങളെല്ലാം, പനമ്പള്ളി നഗറിലൊന്നും ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. ഇത്ര വലിയ ഒരു മഴ പെയ്താൽ സ്വാഭാവികമായും അങ്ങനെ താഴ്ന്നു കിടക്കുന്ന സ്ഥലങ്ങളെ സംബന്ധിച്ച് നമുക്ക് ധാരാളം പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അത് നാട്ടുകാർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്, യാത്രക്കാർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, പല വീടുകളിലും വെള്ളം കയറുന്നുണ്ടെന്നുള്ളതൊക്കെ വളരെ യാഥാർത്ഥ്യബോധമുള്ളൊരു കാര്യമാണ്. പക്ഷെ നമുക്ക് അതിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് പരിമിതിയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ഇന്നിപ്പോ ഈ സമയത്തും കളക്ടറും ഞങ്ങൾ ഒരുമിച്ചിരിക്കാത്തത് ഈ തെരഞ്ഞെടുപ്പ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റായിരുന്നത്. പക്ഷെ നഗരസഭാ സെക്രട്ടറിയും കളക്ടറും മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള കോർഡിനേഷൻ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും തമ്മിലുണ്ട്. അനിൽകുമാർ, തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ചതുപോലെ കൊച്ചി നഗരത്തിന്റെ ഒരു പ്രത്യേകത, അത് വലിയ വ്യത്യാസമാണ് മറ്റു നഗരങ്ങളെ അപേക്ഷിച്ച്. ഞാൻ കൊച്ചിക്കാരനായതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. നമുക്ക് ഈ മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നടപ്പാക്കാൻ കഴിഞ്ഞിരുന്നോ നഗരസഭയ്ക്ക്? അല്ല, പൂർണ്ണമാകണമായിരുന്നെങ്കിൽ ഒരു മെയ് ലാസ്റ്റ് വീക്ക് വരെ പോകുമായിരുന്നു. കാരണം ഇത്തവണ സാധാരണത്തെക്കാൾ മുമ്പേ നമ്മൾ ചെയ്തു. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പേരണ്ടൂർ കനാലിലൊക്കെ ഭൂരിപക്ഷം സ്ഥലങ്ങളിലുള്ള തടസ്സങ്ങൾ നീക്കിയിരുന്നു.
അവശേഷിക്കുന്ന കുറച്ച് സ്ഥലം ഉണ്ടാവും. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, മഴ പ്രതീക്ഷിച്ചതിനേക്കാൾ പെട്ടെന്നല്ല, അവിചാരിതമായിട്ടാണല്ലോ പെട്ടെന്ന് കിടന്നു വരുന്നത്. പക്ഷെ ചെങ്ങാടംപോക്ക് തോട്, ഇങ്ങനെ പല നമ്മുടെ മിക്കവാറും അതേപോലെ ഡിവിഷനുകളിലെ കാന വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം പഴയതിനേക്കാൾ നമ്മൾ വേഗതയിൽ നടത്തി. നിങ്ങൾ പൂർണ്ണമായും ചെയ്തു എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും ചെയ്തു എന്ന് ഞാൻ അവകാശപ്പെടില്ല. ഇല്ലാത്തൊരു കാര്യം ഞാൻ എന്തിനാ വെറുതെ അവകാശപ്പെടുന്നത്? സാധാരണഗതിയിൽ മഴ വരുന്നത് ഒരു ജൂൺ ഫസ്റ്റ് വീക്ക് ആണല്ലോ. അതിനിടയിൽ തെരഞ്ഞെടുപ്പ് വന്നത് നമ്മുടെ ഈ പ്രവർത്തനങ്ങളെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് പോലും ഉദ്യോഗസ്ഥരെ ആ നിലയിൽ ഇടപെടാനും ഒക്കെ ഉള്ള പ്രയാസങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് മുന്നേ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ടെൻഡറും കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 100% എഫിഷ്യന്റ് ആയി 100% ഫുൾ പ്രൂഫായി കാര്യങ്ങൾ ചെയ്തു എന്നൊന്നും നമ്മൾ ആരും എവിടെയും അവകാശപ്പെടുന്നില്ല. പക്ഷെ ഇന്നത്തെ മഴയുടെ ഒരു പ്രത്യേകത നിങ്ങൾ അതുകൂടി മനസ്സിലാക്കണം. കാരണം അതേപോലത്തെ ഒരു മഴയാണ് പെയ്തത്. സാധാരണഗതിയിൽ ഒരു അരമണിക്കൂർ നിങ്ങൾ നോക്കൂ, ഇന്നലെ മിനിങ്ങാന്ന് മറ്റോ പെയ്തില്ലേ, 1.5 മണിക്കൂർ പെയ്തല്ലോ. പക്ഷെ കൊച്ചി നഗരത്തിൽ കാര്യമായ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നില്ലോ KSRTC സ്റ്റാൻഡിൽ ഒഴിച്ച്. അതും നിങ്ങളെല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പൊ ഇന്നുണ്ടായിരിക്കുന്ന ഈ കാര്യം മഴയുടെ ഒരു അസാമാന്യമായ ഒരു മഴപ്പെയ്ത്ത് കൊച്ചി നഗരത്തിന് താങ്ങാവുന്നതിനപ്പുറത്തുള്ള മഴ പെയ്തിട്ടുണ്ടെന്നുള്ളത് ആണ് ഒരു യാഥാർത്ഥ്യം. നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഞങ്ങളുടെ കോർഡിനേഷൻ, കളക്ടറും ഞാനും എല്ലാവരും കൂടി ചേർന്നുള്ള കോർഡിനേഷൻ, അത് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കും. ഞങ്ങൾ തിരുത്താവുന്ന കാര്യങ്ങൾ, നമ്മളെ കൊണ്ട് മനുഷ്യസാധ്യമായി തിരുത്താവുന്ന കാര്യങ്ങൾ തിരുത്തും. കാരണം ഇത് നിങ്ങളെല്ലാം സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ പ്രശ്നം ഒഴിവാക്കേണ്ടതാണ്. പക്ഷെ ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് ഫുള്ളായി ഒഴിവാക്കണമെങ്കിൽ കനാൽ റിജുവിനേഷൻ പോലുള്ള ഒരു വലിയ പ്രോജക്റ്റ്, ഒരു 5-6 തോടുകൾ ഫുള്ളായി നമുക്ക് അതിന്റെ വൈഡനിങ്ങും അതുപോലെ തന്നെ അതിന്റെ ഫുൾ നിലയിലുള്ള ഒരു ഡീസൽട്ടിങ്ങും ഒക്കെ നടത്തേണ്ടി വരും. അതൊന്നും ഇപ്പൊ പെട്ടെന്ന് സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. അതിനിടയിൽ ചെയ്യേണ്ട കാര്യങ്ങളിൽ വന്നിട്ടുള്ള അപാകതകൾ തീർച്ചയായിട്ടും പരിശോധിക്കും, പരിഹരിക്കും. താങ്കൾ തിരക്കിലാണെന്നറിയാം. ഏറ്റവും ഒടുവിൽ ഒറ്റ കാര്യം കൂടി, അതായത് സാധാരണക്കാരൻ്റെ ഒരു ആശങ്കയായിരിക്കും ഇത്. ഓക്കെ, നമുക്ക് ഈ വലിയ തീവ്രമായിട്ടുള്ള മഴയെ നമുക്ക് മാറ്റി നിർത്താം, പക്ഷേ എങ്കിൽ പോലും ഇനിയും ഇത്തരത്തിൽ ചെറിയ മഴയിൽ വെള്ളക്കെട്ടുണ്ടാകാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ എത്ര ദിവസം കൊണ്ട് കഴിയുമായിരിക്കും നഗരസഭ? അങ്ങനെ ഉണ്ടായില്ലല്ലോ, ഞാൻ അതല്ലേ പറഞ്ഞത്. ഇന്നലെ മിനിങ്ങാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും, അങ്ങേക്ക് കൊച്ചി അറിയാം, കൊച്ചിക്കാരനാണെന്ന് പറഞ്ഞല്ലോ. അതെ, മിനിങ്ങാന്ന് പെയ്ത മഴയിൽ കൊച്ചിയിൽ വെള്ളം ഉണ്ടായിരുന്നില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ അങ്ങനെ സംഭവിച്ചതല്ല, അതല്ലേ ഞാൻ പറഞ്ഞത്. അത്ര തീവ്രമായിട്ട് വന്നതാണ്. നിങ്ങൾ കഴിഞ്ഞ ഈ 3 കൊല്ലത്തെ കൗൺസിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷം എന്റെ തൊട്ട് മുമ്പ് സെക്കൻഡ് ഇയർ ഒഴിച്ചാൽ ആദ്യത്തെ വർഷത്തിലും ഈ കഴിഞ്ഞ വർഷം നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തല്ലേ ഞങ്ങളുടെ മറ്റേ ജെറ്റ് ഇൻകം സക്ഷൻ മെഷീന്റെ ഒരു വിജയവും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ ഇനിയും ചില മെഷീനറികളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്, മനുഷ്യസാധ്യമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, തുടരും, യാതൊരു സംശയമില്ല. ഓക്കെ, റൈറ്റ്. താങ്ക് യു സോ മച്ച്. കൊച്ചി മേയർ എം അനിൽകുമാറാണ് പ്രതികരിച്ചത്. കൊച്ചിയിൽ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തനങ്ങൾ അത് ഊർജിതമായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ന് പെയ്ത മഴ അത് അതിതീവ്രമായിരുന്നു. ഏതാണ്ട് 4 മണിക്കൂറിലേറെ മഴ പെയ്യുന്നു. അതിൻ്റെ ഒരു അതിരൂക്ഷ സാഹചര്യമാണ് അനിൽകുമാർ, കൊച്ചി മേയർ, ഇപ്പോൾ വിശദീകരിച്ചത്. മറ്റു വാർത്തയിലേക്ക് പോയാൽ, കനത്ത മഴയിൽ സംസ്ഥാനത്ത് ഇന്ന് 3 പേർ മരിച്ചു. കാസർഗോഡ് ചെറുവത്തൂരിൽ വയോധിക പുഴയിൽ വീണ് മരിച്ചു. അച്ചാം സ്വദേശിനി PP വെള്ളച്ചിയാണ് മീൻകടവ് പുഴയിൽ വീണത്. മടിക്കയിൽ ഇടിമിന്നലേറ്റ് മധ്യവയസ്കന് മരണം സംഭവിച്ചു. ബങ്കളം സ്വദേശി ബാലനാണ് മരിച്ചത്. പത്തനംതിട്ട വെണ്ണിക്കുളം മണിമലയാറ്റിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ബീഹാർ സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് കോമളം കടവ് പാലത്തിന് സമീപം ബീഹാർ സ്വദേശി നരേഷ് ഒഴുക്കിൽപ്പെടുന്നത്. കാസർഗോഡ് ജില്ലയിൽ ദേശപാത നിർമ്മാണം നടക്കുന്ന ഇടങ്ങളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. ദേശീയപാതയിലെ ചെറുവത്തൂർ വീരമലക്കുന്ന് ഇടിഞ്ഞു. ഇതോടെ ദേശീയപാതയിൽ ചെളി നിറയുന്ന സാഹചര്യമുണ്ട്. സ്ഥലത്ത് ഗതാഗത പ്രശ്നവും രൂക്ഷമാണ്. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ വിശദമായ അന്വേഷണം നടത്താൻ 7-അംഗ സമിതിയെ നിയോഗിച്ച് കുഫോസ്. ഫിഷറീസ് വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം. 2 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ കർഷകരുടെ വലിയ പ്രതിഷേധമാണ് ഇന്നുണ്ടായത്. പെരിയാറിലെ മത്സ്യക്കുരുതിയുടെ പേരിൽ ഇന്ന് രാവിലെ മുതൽ നടന്ന സമരം ഇപ്പോൾ ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. ഇവിടെ
എലൂരിലെ ഓഫീസിലെ PCBയുടെ ഓഫീസിന് മുന്നിൽ രാവിലെ മുതൽ തന്നെ സമരത്തിൻ്റെ ഒരു കുത്തൊഴുക്കായിരുന്നു. കാരണം ഇവിടേക്ക് ആദ്യം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരവുമായി എത്തി. DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അകത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. പിന്നീട് ചീഫ് എഞ്ചിനീയർ ഇവിടേക്ക് എത്തി. അതിനുശേഷം AYF പ്രവർത്തകരുടെ സമരമായിരുന്നു. പിന്നീട് മത്സ്യ കർഷകർ അവരുടെ മീനുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫാമുകളിൽ ചത്തൊടുങ്ങിയ മത്സ്യങ്ങളുമായിട്ട് ഇവിടേക്ക് വന്നു. അതിനുശേഷം സമരത്തിൻ്റെ ഒരു രൂപം തന്നെ മാറുകയായിരുന്നു. ഇതിനകത്തേക്ക് പ്രതിഷേധവുമായി എത്തിയവർ ഇതിനകത്തേക്ക് ചീഞ്ഞ മീനുകളടക്കം അകത്തേക്ക് വലിച്ചെറിയുന്നൊരവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ സമരം മണിക്കൂറുകൾ നീണ്ടുനിന്നു. ഇതിൽ ചർച്ചകൾക്ക് ആദ്യഘട്ടത്തിൽ ചർച്ചകൾ PCB കാര്യമായ രീതിയിലൊരു പ്രതികരണങ്ങൾ ഉണ്ടായില്ല. പക്ഷേ തീരുമാനമില്ലാതെ തങ്ങൾ പിരിഞ്ഞു പോകില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് പിന്നീട് ഇത് സംബന്ധിച്ചൊരു ചർച്ചകളിലേക്ക് ചീഫ് എഞ്ചിനീയർ അടക്കം കടന്നു വന്നത്. ഇതനുസരിച്ച് ഇപ്പോൾ ഉള്ളൊരു ധാരണയനുസരിച്ച് മത്സ്യകർഷകർക്ക് അവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനടക്കമുള്ള കാര്യങ്ങൾക്ക് PCB മുൻകൈയെടുക്കും. ഒപ്പം തന്നെ പെരിയാറിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ കൂട്ടക്കുരുതി ഇതിന് ആരാണ് ഉത്തരവാദി, ഏത് കമ്പനികളാണ് ഇതിൽ രാസമാലിന്യം പുഴയിലേക്ക് ഒഴുക്കിയത് എന്നത് സംബന്ധിച്ച് വ്യക്തമായ രീതിയിലുള്ള അന്വേഷണം നടത്തും, നടപടികളുണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോൾ പെരിയാറിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഈ മത്സ്യങ്ങൾ ഇത് ചീഞ്ഞു തുടങ്ങിയിരിക്കുന്നത് പരിസ്ഥിതിക്കൊപ്പം തന്നെ ചുറ്റുപാടും വലിയ രീതിയിലുള്ള ഒരു പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. അത് നീക്കം ചെയ്യുന്നതിനുള്ള അടിയന്തരമായ നടപടികൾ എടുക്കുമെന്ന ഉറപ്പ് ഇവിടെ TJ വിനോദ് MLA ഒപ്പം തന്നെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവർക്ക് രേഖാമൂലം തന്നെ PCB നൽകി. അങ്ങനെ അത്തരം ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിക്കുന്നത്. എങ്കിലും പെരിയാറിൽ സംഭവിച്ചിരിക്കുന്ന ഇപ്പോൾ നടന്നിട്ടുള്ള ഈ മത്സ്യക്കുരുതിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്തം ആർക്കാണ്, ഏത് കമ്പനികൾക്കാണ് എന്നത് സംബന്ധിച്ച ഒരു അന്വേഷണത്തിലേക്ക് നിലവിൽ PCB കടന്നിട്ടില്ല. ഇത് സംബന്ധിച്ച് സർക്കാർ നിയോഗിച്ച ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം പുരോഗമിക്കുകയാണ്. വിവിധ വകുപ്പുകളുടെ ഒരു ഏകോപനം ഈ കമ്മിറ്റികളിലുണ്ട്. അതിനുശേഷം ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതനുസരിച്ച് ഉള്ള നടപടികളുണ്ടാകുമെന്ന് മന്ത്രി P രാജീവും ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് പെരിയാറിൽ നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ക്യാമറമാൻ മനോജിനൊപ്പം ടാനിപ്പോൾ ന്യൂസ് 18. സ്വർണ്ണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6820, പവന് 54,560. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 5690, പവന് 45,520. വെള്ളി ഗ്രാമിന് 100, കിലോയ്ക്ക് 1,00,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ.